സക്രിയായുടെ പുസ്തകത്തിൽ യേശുവിൻ്റെ വരവിനെക്കുറിച്ചും ജെറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. 9-ാം അധ്യായം 9-ാം വചനം പറയുന്നു, സിയോൻ പുത്രി ആനന്ദിക്കുക, ജെറൂസലേം പുത്രി ആർപ്പു വിളിക്കുക, നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, പ്രതാപവാനും വിനീതനുമായിട്ട് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. സക്രിയായുടെ പുസ്തകത്തിനുള്ള വായന. അരുളപ്പാട്. കർത്താവിൻ്റെ വചനം ഹദ്രാക്ക് ദേശത്തിനെതിരെ പുറപ്പെട്ടിരിക്കുന്നു. അത് ദമാസ്കസിൻ്റെ മേൽ പതിക്കും. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെപ്പോലെ തന്നെ ആരാമിൻ്റെ നഗരങ്ങളും കർത്താവിൻ്റേതാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഹമാത്തും കൗശലമേറിയതെങ്കിലും ടൈറും സീദോനും കർത്താവിൻ്റേതു തന്നെ. ടൈർ ഒരു കോട്ട പണിതു, പൊടി പോലെ വെള്ളിയും തെരുവിലെ ചെളി പോലെ സ്വർണവും കൂന കൂട്ടി. എന്നാൽ കർത്താവ് അവളുടെ സമ്പത്ത് അപഹരിക്കും, അവളുടെ ധനം കടലിൽ എറിയും, അവളെ അഗ്നി വിഴുങ്ങും. ആഷ്കലോൺ അത് കണ്ട് ഭയപ്പെടും, ഗാസ കഠിന വേദനയാൽ പുളയും. ആശ തകർന്ന എക്രോണിനും ഇതുതന്നെ സംഭവിക്കും. ഗാസയിൽ രാജാവില്ലാതെയാകും, ആഷ്കലോൺ വിജനമാകും. അഷ്ദോദിൽ ഒരു സങ്കരജാതി പാർക്കും. ഫിലിസ്തീനരുടെ അഹങ്കാരത്തിനു ഞാൻ അറുതി വരുത്തും. അവർ ഇനിമേൽ രക്തവും മ്ലേച്ഛ മാംസവും ഭക്ഷിക്കുകയില്ല. അവരും നമ്മുടെ ദൈവത്തിൻ്റെ അവശിഷ്ട ജനമാകും. അവർ യൂദായിലെ ഒരു കുലത്തെയെ പോലെയാകും, എക്രോൺ ജബൂസ്യരെ പോലെയാകും. വരാനിരിക്കുന്ന രാജാവ്. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ചു. കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. സിയോൻ പുത്രി അതിനായി ആനന്ദിക്കുക, ജെറൂസലേം പുത്രി ആർപ്പു വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറൂസലേമിൽ നിന്നും പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയുമായിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രമാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. യൂദായെ ഞാൻ എൻ്റെ വില്ലായി കുലച്ചിരിക്കുന്നു. എഫ്രായിമിനെ അസ്ത്രമായി അതിൽ തൊടുത്തിരിക്കുന്നു. സിയോനെ, നിന്റെ പുത്രന്മാരെ ഞാൻ ഗ്രീസിൻ്റെ പുത്രന്മാരുടെ നേരെ ചുഴറ്റും. നിന്നെ യോദ്ധാവിൻ്റെ വാൾ പോലെ വീശും. കർത്താവ് അവർക്കുമീതെ പ്രത്യക്ഷനാകും. അവിടുത്തെ അസ്ത്രം മിന്നൽ പോലെ പായും. ദൈവമായ കർത്താവ് കാഹളം മുഴക്കുകയും തെക്കൻ ചുഴലിക്കാറ്റുകളിൽ മുന്നേറുകയും ചെയ്തു. സൈന്യങ്ങളുടെ കർത്താവ് അവർക്ക് സംരക്ഷണം നൽകും. അതുകൊണ്ട് അവർ കവണക്കല്ല് വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യും. അവർ വീഞ്ഞെന്ന പോലെ രക്തം കുടിച്ച് കുടമെന്ന പോലെ നിറയും. ബലിപീഠത്തിൻ്റെ കോണുകൾ എന്ന പോലെ കുതിരയും. അന്ന് അവരുടെ ദൈവമായ കർത്താവ് തൻ്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും. അവർ കിരീടത്തിൽ രത്നങ്ങൾ എന്ന പോലെ അവിടുത്തെ ദേശത്ത് ശോഭിക്കും. അത് എത്ര ശ്രേഷ്ഠവും സുന്ദരവുമായിരിക്കും. അപ്പോൾ ധാന്യം യുവാക്കളെയും പുതുവീഞ്ഞ യുവതികളെയും പുഷ്ടിപ്പെടുത്തും. ദൈവമേ, സക്രിയ പ്രവാചകനിലൂടെ യേശുവിൻ്റെ വരവ് മുൻകൂട്ടി അറിയിച്ച് ഞങ്ങളെ ധന്യരാക്കിയതിന് നന്ദി പറയുന്നു. യേശു വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറൂസലേമിലേക്ക് പ്രവേശിക്കുമെന്നും
ഈ ജനത്തെ മുഴുവനും നവീകരിക്കുമെന്നും വാഗ്ദാനം ചെയ്തതിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും യേശു ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട്, വചനത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, എല്ലാ വ്യക്തികളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതിമാരെ പ്രത്യേകമായിട്ട് സഖറിയായുടെ പ്രവചനം 9-ാം അധ്യായം 9-ാം വചനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. ആമേൻ. എൻ്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.